വി വാണ്ട് അവർ കൺട്രി ബാക്ക്. ഐലൻഡ് ഫോർ ഐറിഷ്. അയർലൻഡിന്റെ തെരുവുകളിൽ ദാ ഇത്തരം പ്ലക്കാർഡുകൾ ധാരാളമായുണ്ട്. ഇന്ത്യക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് അയർലൻഡുകാർ. ആക്രമണത്തിനൊപ്പം ഇന്ത്യയിലേക്ക് മടങ്ങൂ എന്ന ആക്രോശം കൗമാരക്കാർ വരെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഐറിഷ് സമൂഹത്തിൽ എത്ര മാത്രം വെറുപ്പ് ഇന്ത്യക്കാർക്കെതിരെ പടർന്നു എന്നതിന്റെ സൂചനയാവുകയാണ്. കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി വിദേശ ഇന്ത്യക്കാർ അയർലൻഡിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 6 വയസ്സുകാരിലേക്ക് വരെ എത്തിയതോടെയാണ് അയർലൻഡ് ഇനി സുരക്ഷിതമാണോ ഇന്ത്യക്കാർക്കെന്ന ചോദ്യം ഉയരുന്നത്. കോട്ടയം സ്വദേശിയായ അനൂപ എന്ന മലയാളി നേഴ്സിന്റെ മകൾ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന ആക്രോശവുമായി എത്തിയ കൗമാര സംഘം മുഖത്തടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു. അയർലൻഡിൽ ഓരോ ആക്രമണം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഐറിഷുകാർ ഉൾപ്പെടെ രംഗത്തെത്തി പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആക്രമണം ഇനിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് അത്തരം പ്രതിഷേധ ശേഷവും ആർക്കും ഉറപ്പ് നൽകാനാകുന്നില്ല. കാരണം ഈ ഇന്ത്യക്കാർക്കെതിരെയുള്ള ഈ വെറുപ്പ് ഉൽപാദനം ഒരു സംഘടനയോ സംഘടിത പ്രസ്ഥാനമോ അല്ല ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും ഇതൊരു പ്രാദേശിക വികാരമാണ് എന്നതുമാണ് യാഥാർത്ഥ്യം. ഐറിഷ് ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ് വരെ ആക്രമണങ്ങൾക്കെതിരെ രംഗത്ത് വന്നെങ്കിലും ഇന്ത്യക്കാർക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാണ്. കർക്കശ നിയമവും കാലാവസ്ഥയും ഒക്കെ ചേർന്ന അയർലൻഡ് മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെട്ട സ്ഥലമൊന്നും ആയിരുന്നില്ല കുടിയേറ്റ കാലഘട്ടങ്ങളിൽ. ഗൾഫ് കുടിയേറ്റങ്ങൾക്ക് ശേഷം പ്രധാനമായും UK ഒക്കെ ആശ്രയിച്ചപ്പോഴും അയർലൻഡ് മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നില്ല. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പോലും ആയിരക്കണക്കിന് മലയാളികൾ മാത്രമാണ് ഈ ചെറുരാജ്യത്തേക്ക് അന്ന് എത്തിയിരുന്നത്. എന്നാൽ ബ്രിട്ടനിൽ കുടിയേറ്റം കർക്കശ ഉപാധികളിലേക്ക് നീങ്ങുകയും വിദ്യാർത്ഥി വിസക്കാരെ പരമാവധി നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യപ്പെട്ടു. മാത്രമല്ല നിരവധിയായ ആളുകൾക്ക് കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഒരു ട്രെൻഡ് കേരളത്തിൽ ഉൾപ്പെടെ സെറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൂടുതൽ വിദേശ രാജ്യങ്ങൾ ഇതിന്റെ പരിധിയിലേക്ക് വരുന്നു. എങ്ങനെയെങ്കിലും കുറച്ചധികം മെച്ചപ്പെട്ട ജീവിത നിലവാരവും മികച്ച സാമ്പത്തിക അവസ്ഥയും ഒക്കെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായി 2020 ശേഷം അനിയന്ത്രിതമായ കുടിയേറ്റം അയർലൻഡിലേക്ക് ഇന്ത്യയിൽ നിന്ന് നടക്കും. നോക്കൂ, വിദേശത്തേക്ക് നമ്മൾ കുടിയേറുമ്പോൾ നിങ്ങൾക്ക് പണം, സാമ്പത്തിക സുരക്ഷ എന്നിവയാണ് പ്രധാനമെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്നാൽ ശബ്ദം ഇഷ്ടപ്പെടാത്ത, അന്യന്റെ സ്വകാര്യതയിലേക്ക് എങ്ങനെ ഇടിച്ചു കയറി നോക്കാത്ത, ബഹളങ്ങളില്ലാത്ത, ശാന്തവും സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പകുതിയോളം സമൂഹം അവിശ്വാസികളായ ഒരു രാജ്യത്തേക്കൊക്കെയാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ അവിടുത്തെ മര്യാദകളൊക്കെ പാലിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അവിടെയാണ് മതപ്രാർത്ഥനകളും രഥ ഉരുട്ടാനും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്മസ് കാരോളിന് ഇറങ്ങാനും ആ പ്രദേശത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ എതിർപ്പുകൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. തുറസായ സ്ഥലങ്ങളിൽ റീൽസുകളും വീഡിയോകളും എടുക്കുന്ന ചെറുപ്പക്കാർ പൊതുസമൂഹത്തിൽ അസഹ്യമായ കാഴ്ചയായി മാറിയിരിക്കുകയാണ് അയർലൻഡ്. കഴിഞ്ഞ 2-3 വർഷം മാത്രം എടുത്തുകൊണ്ട് അയർലൻഡിൽ തുടങ്ങിയൊരു ട്രെൻഡ് ഉണ്ട്. അത് പൊതുമൈതാനങ്ങളിൽ ആർക്കും പ്രവേശനം ലഭിക്കും വിധം ആയിരക്കണക്കിന് ആളുകൾ രാവും പകലും തടിച്ചുകൂടുന്ന ആഘോഷ പരിപാടികൾ മൈതാനങ്ങളിൽ ഇന്ത്യക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ പരിപാടികളിലേക്ക് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളായ ഹണി റോസും കുഞ്ചാക്കോ ബോബനും റിമി ടോമിയും ബേസിൽ ജോസഫും ലക്ഷ്മി ജയനും എന്നിവരൊക്കെ ഇടവേളയില്ലാത്ത വിധം വന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പരിപാടികൾ കരാറിന് UK നിന്ന് വരെ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പരസ്യ കമ്പനികൾ എത്തുന്നു. ഇതോടെ ജനങ്ങൾ ഇടിച്ചു കയറിയതോടെ സ്പോൺസർമാരായി കേരളത്തിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങൾ എത്തി. അതായത് ചെറിയൊരു കൂട്ടം ആളുകൾ നടത്തുന്നതിലും വലിയ വ്യാപകമായി ആ നാട്ടിലെ ജനങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നു. സൗന്ദര്യ മത്സരങ്ങളും തട്ടുകടകളും ഒക്കെയായി കേരളത്തിന്റെ നൊസ്റ്റു അവരവിടെ ആടി തീർക്കുകയാണ് തെരുവുകളിൽ. അത് ഓണം ആഘോഷമായിക്കൊള്ളട്ടെ, അത് ഈ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലുമൊക്കെ ആഘോഷങ്ങളായിക്കൊള്ളട്ടെ, കേരളത്തിന്റെ നൊസ്റ്റു അവിടെ ചെന്ന് ആടി തിമിർക്കുന്ന കാഴ്ചകളും ഒക്കെ ഉണ്ടായി. സ്വന്തമായൊരു ചരിത്രവും സംസ്കാരവും ഉള്ളവർ എല്ലാവരോടും സ്നേഹത്തോടും മാന്യമായും പെരുമാറുന്ന ശാന്തരായ ഒരു ജനവിഭാഗം, അതായിരുന്നു പൊതുവിൽ അയർലൻഡുകാരുടെ ഒരു പശ്ചാത്തലം. ഞാൻ മേൽപ്പറഞ്ഞ നിരവധി കാരണങ്ങൾ കൊണ്ട് തന്നെ അവരുടെ മനസമാധാനം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഇന്ത്യ വിരുദ്ധതയ്ക്ക് കാരണമാകുന്നുണ്ട്. കേരളത്തിൽ നമ്മുടെ പെരുമ്പാവൂരിൽ ബംഗാളികൾ ധാരാളമായുണ്ട്, അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായുണ്ട്. ഇവർ ഈ വിധത്തിൽ അവിടെ ഒരു മൈതാനമൊക്കെ എടുത്ത് സംഘടിച്ച് അവിടുത്തെ ഭോജ്പൂരി പാട്ടും ഒക്കെ വെച്ച് അവിടെ നടത്തുന്ന പോലുള്ള പരിപാടികളൊക്കെ നടത്തിയാൽ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുമോ? നമ്മൾ ആ സാംസ്കാരിക രീതിയിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളുമോ എന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കിടക്കുന്നത്. ഇനി ഇതൊരു വശം മാത്രമാണ്. ഇനി എല്ലാത്തിനും മറ്റൊരു വശം കൂടി എന്നതുപോലെ ഈ പറഞ്ഞ പ്രസ്താവനകൾക്ക് മറ്റൊരു വശമുണ്ട്. അത് ഈ പൊതുവിൽ വളരെ അയഞ്ഞ സ്വഭാവമുള്ള, ശാന്ത സ്വഭാവമാണ്, വളരെ അയഞ്ഞ സ്വഭാവമുള്ള, ജീവിതത്തിൽ അങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണം, വീട് മേടിക്കണം എന്നൊന്നും ആഗ്രഹങ്ങളില്ലാത്ത സ്വഭാവ പ്രകൃതിയുള്ള ആളുകളാണ് അയർലൻഡുകാർ. അപ്പൊ വരുന്നവരോടൊരു ഈഗോ ഇവർക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്റെ സുഹൃത്ത് അഭിലാഷ് കൃഷ്ണൻ ഫേസ്ബുക്കിൽ എഴുതിയൊരു പോസ്റ്റ് ഇവിടെ വളരെ പ്രസക്തമാകുന്നുണ്ട്. എല്ലാ ദേശത്തും ഉള്ളൊരു പ്രശ്നമാണ് ഈ വന്നവരും നിന്നവരും തമ്മിലുള്ള പ്രധാന ഉരസലുകൾ.
പണവും അവസരവും ഉള്ളിടത്തേക്ക് തൊഴിൽ ഉണ്ടാകും, അവിടേക്ക് ആളുകൾ എത്തും. ആദ്യകാലങ്ങളിൽ നിസ്സംഗതയോടുകൂടിയോ അല്ലെങ്കിൽ അല്പം ആവേശത്തോടു കൂടിയാണ് തദ്ദേശവാസികൾ ഇതിനെ സ്വാഗതം ചെയ്യും. കുറച്ചു നാൾ കഴിയുമ്പോൾ വന്നവരും നിന്നവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. അത് സാംസ്കാരികപരമായ പ്രശ്നങ്ങളായിരിക്കാം, അവർ പണം സമ്പാദിക്കുന്നതിലെ പ്രശ്നങ്ങളായിരിക്കാം, ഈഗോ ക്ലാഷുകളായിരിക്കാം, പലതുമായിരിക്കാം. വിരുന്നുകാരായി വന്നവർ വീട്ടുകാരെക്കാൾ മിടുക്കന്മാരാണെങ്കിൽ പതിയെ സമ്പത്തിന്റെ ഭൂരിഭാഗം വിരുന്നുകാർ സ്വന്തമാക്കാൻ തുടങ്ങും. വീട്ടുകാരുടെ കഴിവില്ലായ്മ ചിലപ്പോൾ മതവും സംസ്കാരവും പാരമ്പര്യവാദവും ഒക്കെ ചേർന്ന് പുതിയ അവസരങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്നും വീട്ടുകാരെ തടയുന്നതും വിരുന്നുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ മലേഷ്യയിലെ ചൈനക്കാരും തദ്ദേശവാസികളും തമ്മിലുള്ള പ്രശ്നം ഇതിനൊരു ഉദാഹരണമാണ്. സമ്പത്തിന്റെയും അവസരങ്ങളുടെയും ഭൂരിഭാഗവും തദ്ദേശവാസികളുടെ കൈവശമാണെങ്കിലും ചിലപ്പോഴൊക്കെ വിരുന്നുകാരാണ് തങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നൊരു തെറ്റിദ്ധാരണ തദ്ദേശവാസികളുടെ ന്യൂനപക്ഷത്തിന് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകാറുണ്ട്. ഈ അതിഥി തൊഴിലാളികൾ തങ്ങളുടെ മൂല്യങ്ങൾക്കും സംസ്കാര ഔന്നതിക്കും കളങ്കം സൃഷ്ടിക്കുന്നു, സമാധാനം തകർക്കുന്നു, സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു തുടങ്ങിയ തദ്ദേശീയവാസികളുടെ ഉത്കണ്ഠയാണ് മറ്റൊരു പ്രധാന പ്രശ്നമായിട്ടുള്ളത്. നമുക്ക് ഒരു ഉദാഹരണം കൂടി എടുത്താൽ, പണിയെടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആസാമീസ് ജനതയെ ഒഴിവാക്കി സിംഗപ്പൂരിൽ നിന്നും ചൈനക്കാരെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് അസാമിലെ ആദ്യത്തെ കുടിയേറ്റം. പിന്നീട് പണിയെടുക്കാനായി ബംഗാളികളെത്തി. വളരെ പെട്ടെന്ന് തന്നെ അസാമീസിനെ ബംഗാളികൾ എല്ലാ കാലത്തിലും മറികടന്നു. അസമിലെ ഭരണഭാഷ പോലും ബംഗാളിയായി മാറി. പിന്നീട് രക്തമൊഴുകിയ കലാപങ്ങൾ, ആയിരങ്ങൾ മരിക്കുന്ന സാഹചര്യം, അസാം എന്നത്തേക്കും ഒരു അശാന്തിയിലേക്ക് മാറുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. അതായത് കുടിയേറി വന്നവരോടുള്ള ആ പ്രദേശത്തെ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഈർഷ്യ. നോക്കൂ, ഈ പല ഘട്ടങ്ങളിലും പ്രധാനമായും നേഴ്സിംഗ് ഹോമുകളിലേക്ക് പ്രായമായ ആളുകളെയൊക്കെ ശുശ്രൂഷിക്കാനാണ് കേരളത്തിൽ നിന്ന് നേഴ്സുമാരൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയ സുഹൃത്ത് സെബി സെബാസ്റ്റ്യൻ, അദ്ദേഹം 17 വർഷമായി അയർലൻഡിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഒരു നേഴ്സിംഗ് ഹോമിന്റെ പാർട്ണർഷിപ്പിലുണ്ട്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ജോലി എടുക്കുന്നത്. അയർലൻഡിലെ യുവജനങ്ങൾ പല ഘട്ടങ്ങളിലായി പല വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി കുടിയേറി പോകുന്ന സമയത്ത് ഈ പ്രായമായ ആളുകളെയൊക്കെ നോക്കുന്നത് ഇങ്ങനെ ഇവിടുന്ന് പോകുന്ന നേഴ്സിംഗ് കെയർ ഹോമുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ വിദേശത്ത് നിന്നെത്തിയ കുടിയേറിയെത്തിയെന്ന് ഇവർ പറയപ്പെടുന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലീഗൽ മൈഗ്രേഷൻ, അതായത് അനധികൃത കുടിയേറ്റത്തെ എതിർക്കാം. പക്ഷേ ഒരു രാഷ്ട്രം അനുവദിക്കുന്ന നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കുടിയേറിയ ആ നാട്ടിലെ സേവന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളുകളെ ഒഴിവാക്കണം എന്ന് പറയുന്നത് വംശീയവാദം കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മൾ ചരിത്രം കുഴിച്ചങ്ങ് പോയാൽ നമ്മളെല്ലാവരും ആഫ്രിക്കയിൽ നിന്നും ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയവരാണ്. അങ്ങനെ മണ്ണിന്റെ മക്കൾ വാദമൊന്നും അങ്ങനെ പറയേണ്ടതില്ല. നിങ്ങൾക്കൊരു നാടുണ്ട്, ആ നാടിനൊരു ഭൂപ്രദേശമുണ്ട്, അവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അനുസൃതമായാണോ കുടിയേറ്റങ്ങൾ ഉള്ളതെങ്കിൽ അതിനെ സമ്മതിക്കുക. ഇല്ലാത്തൊരു ഘട്ടത്തിൽ കുടിയേറി ചെന്നവർക്കും ഒരു മര്യാദയുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും കുറ്റപ്പെടുത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി പക്വതയാണ് ഇന്ത്യക്കാർക്ക് വരേണ്ടിയിരുന്നത്. അതിനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്ത്യക്കാരെ മുഴുവൻ പുറത്താക്കുക എന്നുള്ള അയർലൻഡുകാരുടെ വാദത്തിനും സത്യത്തിൽ സാങ്കത്യമൊന്നുമില്ല.